ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാം ദിവസമാണ്. അപ്പോൾ 2 ദിവസത്തെ ക്യാമ്പിങ് കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ അടുത്ത ഉള്ളാപ്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് പോകുന്നത്. ഇന്ന് അവിടെയാണ് സ്റ്റേ. അവിടെ ഇന്ന് ക്യാമ്പിങ് തന്നെയാണ്. അപ്പം നമ്മുടെ ടെൻറ്റ് വെച്ച് നമ്മളവിടെ സെറ്റാക്കും. അവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ എത്തുമായിരിക്കും. ഇന്നും ആണെങ്കിലും അത്യാവശ്യം മഴ പെയ്യുന്നില്ല, എന്നാലും ഭയങ്കര മൂടിയിരിക്കുകയാണ്. പതിയെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതിയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഹോപ്പ്ഫുള്ളി എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ആപ്പിൾ ക്രോസ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ വെള്ളം, അതിനിടയിൽ കൂടെ റെയിൽവേ ലൈൻ തുരങ്കത്തിനുള്ളിൽ കൂടെ പോകുന്നു. മേളിൽ പാറ, അടിപൊളിയാണ്, അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഈ മഴയൊക്കെയാണ്, ക്ലൈമറ്റ് അനുയോജ്യം അല്ലെങ്കിൽ ഈ വഴി വരാവുന്നത് ഭയങ്കര റിസ്ക്കാണ്. ദൈവം അനുഗ്രഹിച്ച് മഴ പെയ്യുന്നില്ല. ഭയങ്കര കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളുമാണ്. ചെവിയൊക്കെ ഇങ്ങനെ അടയുന്നുണ്ട്. ആടുമാമ ഇതുണ്ടോ? ലെഫ്റ്റ് സൈഡ് നോക്കി, ഇവിടെ നമ്മുടെ സൈഡ് നോക്കി. ഇതുണ്ടോ മുകളില്? എത്ര ആട്ടുമാമ നോക്കി, എത്ര ആട്ടുമാമ നോക്കി. നിർത്തണോ? ഇത്തിരി ജനവാസ കേന്ദ്രമാണ്, ജനവാസ കേന്ദ്രം. പക്ഷെ എല്ലാം നല്ല രസമുണ്ട്, നല്ലൊരു വ്യൂ ആയിരിക്കും അല്ലേ. കോഫി ഷോപ്പ് അങ്ങനെയൊക്കെ കൂടിയാ, വീടുകളെല്ലാം കൂടെ ഒരു സൈഡില്. ഈ സൈഡില് ബീച്ച്. വില്ലേജ് ഹോളൊക്കെയാണ്. സ്പാറുണ്ട്. ഇവിടെ തൊട്ട് സിംഗിൾ ട്രാക്ക് റോഡാണ്. ഇനി 12 മൈലും കൂടെ ഉണ്ട് ഒരു വ്യൂ പോയിന്റിലെത്താൻ. ഞാൻ നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഇതിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് മനസ്സിലാവില്ല. ഡാഷ് ക്യാമറ ഉള്ള വീഡിയോ ഇതിനകത്ത് കൂടെ അപ്ലോഡ് ചെയ്തേക്കാം, ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെ നമ്മൾ തുടങ്ങാൻ പോകുന്നു ഓൾറെഡി. കുഞ്ഞു കാറിലെ അയ്യോ വഴിയൊക്കെ ഉണ്ടോ? ആ കാറൊക്കെ എങ്ങനെ കയറുമല്ലേ?
അവസാനത്തെ 5 മൈലാണ് അതിന്റെ. ഇനി എത്ര 1.7 മൈലല്ലേ അത്രേ ഉള്ളൂ. ഞങ്ങള് ഭയങ്കര തണുപ്പ്, ഭയങ്കര കാറ്റാ. കാറ്റ് കയറണം, രക്ഷയില്ല. കാണാൻ പറ്റും. ജോവിടാ തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ ജോവിട? ജോഗുണ്ട് ഇപ്പോൾ ജാക്കറ്റ് ഊരണം. വല്ലാത്ത തണുപ്പ്, തവരുടെ കൈയെല്ലാം മരയ്ക്കും. ജോഷ് എന്തായാലും കാണാൻ പോയിട്ടുണ്ട്. എന്നെ കൊണ്ട് ആകത്തില്ല, കൊച്ചിനെ കൊണ്ട് ആകുന്നില്ല, കൈ മരയ്ക്കും. ടോപ്പിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇതിലും സൂപ്പർ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോൾ ആ വ്യൂ ഇല്ലേ, അത് പൊളിയാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ്. ജോഷ് കണ്ടിട്ട് വന്നിട്ടുണ്ട്. എനിക്കതിന് ഒന്നും തന്നെ അങ്ങനെ ഒരു പ്രത്യേക വ്യൂ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കറങ്ങി തിരിഞ്ഞ് വന്നു വേറെ എങ്ങോട്ടോ പോകാൻ തോന്നുന്നു. അതിന് പിന്നെ ഇങ്ങനെ നടന്ന് കാണുന്നതിനൊന്നും മടി നിന്നിട്ട്. ജോകുടനെ ഇവിടെ ജാക്കറ്റും സോക്സും ഷൂ ഒക്കെ ഊരി ജോൻ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം. ഇങ്ങോട്ട് ഈ ആപ്പിൾ ക്രോസ് എന്ന് പറയുന്നിടത്ത് വരുമ്പോൾ വ്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ റോഡ് ട്രിപ്പിൽ എൻജോയ് ചെയ്യുന്ന വ്യൂ. ഡ്രൈവിങ്ങില്ല. ഇനി ഇങ്ങോട്ട് പോകണോ? ഭയങ്കര തണുപ്പായി പോയി. ഇത്രയും ഹൈറ്റിലാണ്. എത്ര 2000 സീ ലെവലിൽ നിന്ന് 2053 ഫീറ്റ് മുകളിലാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇത്രയും തണുപ്പഴിച്ചിട്ടായിരിക്കും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒത്തിരി പേര് പക്ഷെ വരുന്നുണ്ടല്ലേ, പ്രായമുള്ളവരും ഒക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷെ കാറ്റ് സഹിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പോകുന്നത്, ഈ റോഡ് പോകുന്നതെന്ന് പറഞ്ഞാൽ ആപ്പിൾ ക്രോസ് വില്ലേജിലേക്കാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഈ മേളിൽ കയറി കഴിയുമ്പോൾ ഒത്തിരി ഇങ്ങനെ പൂൾസ് ഇല്ലേ, കുഞ്ഞു 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 കുളങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു കുളം. മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ മിക്സ് ആയി. അത് ആൾക്കാരിൽ കണ്ട് ഞാൻ അറിഞ്ഞോണ്ട് പറയുന്നത്. ആപ്പിൾ ക്രോസിലേക്ക് പോകുന്ന വില്ലേജിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നു ഇറക്കമാണെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഗേറ്റും കയറി വന്നിട്ട് ഇനി ഇറക്കമാണ്. ഞങ്ങളുടെ പ്ലാനായിരുന്നു ഇവിടെ പുറത്തിറങ്ങിയിട്ട് ലഞ്ച് ഉണ്ടാക്കി കഴിച്ച് ഒരു വെള്ളച്ചാട്ടത്തിന് അരിയിൽ കൈയൊക്കെ കഴുകി പാത്രം കഴുകി പോകാമെന്ന്. പക്ഷേ ഇത്രയും തണുപ്പത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മടക്കി കറി വയ്ക്കാം. കാറിനുള്ളിരുന്ന് തന്നെ കഴിക്കണം എന്ന് തോന്നുന്നു. ഭയങ്കര വൈബ് പിടിച്ച് വന്നായിരുന്നു. പക്ഷേ ഭയങ്കര തണുപ്പ്. കൈ രണ്ടും എന്നെ മരച്ച്, കൈയും കാലും മരച്ച്. ഷൂസൊന്നും ഇടാതെ, മഴയായതുകൊണ്ട് വല്ല മഴയാവോ അതുകൊണ്ട് ഷൂസൊന്നും ഇടാതെ വന്നത്. പക്ഷേ ഈ ഭയങ്കര ഭീകരതയാണ്. സ്കോട്ട്ലൻഡിൽ അല്ലെങ്കിൽ UK നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നവരെല്ലാം മാക്സിമം വന്ന് ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണം. നല്ല രസമുണ്ട്. ഐൽ ഓഫ് സ്കൈ ആണെങ്കിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെന്താ ആപ്പിൾ ക്രോസ്. ഇനി അടുത്ത ദിവസമൊക്കെ ഞങ്ങൾ പോകുന്ന ഓരോ സ്ഥലങ്ങളും ഇതുവരെ ഒന്നും ബോറിംഗ് ആയിട്ട് ഒന്നുമില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ്, അമേസിങ് ആണ്. ഞങ്ങളിപ്പോൾ ഓരോരുത്തരോട് സംസാരിച്ച് മറ്റേ UK ലണ്ടനിലാണ്, റിയലി അമേസിങ്. UK ലണ്ടനിലൊക്കെ താമസിക്കുന്നവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന മറ്റേ ആ വ്യൂ, ഐൽ ഓഫ് സ്കൈയുടെയൊക്കെ ഓരോ വ്യൂവും ഭയങ്കര അമേസിങ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് പക്ഷേ എൻ്റെ സൗണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇന്നലെ നല്ല തണുപ്പായിരുന്നു രാത്രിയിലെ ടെൻറ്റിനുള്ളിൽ. പിന്നെ മഴയില്ലായിരുന്നു, പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 2-3 ദിവസം കൂടെ, 3-4 ദിവസം കൂടെ ട്രിപ്പുണ്ട്. എല്ലാം ഒരു കുഴപ്പമില്ലാതെ
മര്യാദയ്ക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്നതെന്ന് ഉള്ളൊരിതിലാണ്. എല്ലാം എൻജോയ് ചെയ്ത്. വെതറാണ് ഏറ്റവും പ്രശ്നം. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ നമുക്ക് ക്ഷീണങ്ങളൊന്നും ഇല്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. ഇവരെയൊക്കെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങൾ ഒക്കെ ഇറങ്ങി പോരുന്നതൊക്കെ ലൈഫെല്ലാം എൻജോയ് ചെയ്ത് നടക്കുന്നവർ. ഇതാണ് ആപ്പിൾ ക്രോസ് വില്ലേജ്. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? വണ്ടി പോകുന്നത് പോപ്പ് അങ്ങോട്ടാണ് വില്ലേജ്. വില്ലേജുകളൊക്കെ രസമുണ്ടല്ലോ. ഒരേ ഡിസൈനുള്ള മേൽക്കൂരകള്, അതിന്റെ താഴെ വെള്ളം, ഒരു സൈഡിൽ വഴി. ഇവിടുത്തെ വില്ലേജുകളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. കാണാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ എനിക്കൊരു കുറച്ചുകൂടെ ഫ്രണ്ടിട്ട് പോകണമെന്ന് തോന്നുന്നു. ഇവിടെയാണ് സംഭവം. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ചോറ് ഉണ്ടായിക്കൊണ്ട് വന്നു, മീൻകറിയുണ്ട്, പിന്നെ ഫിഷ് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. പൊള്ളിച്ചതുണ്ട്, റെഡിയുമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി. പക്ഷെ അടിപൊളി ഒരു ഏരിയയിലാണ് ഞങ്ങൾക്ക് പൊള്ളിച്ചേക്കുന്നത്. ഇവിടെ ഒരുത്തൻ കല്ലെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിഷ് പൊള്ളിച്ചത് ഉണ്ട് ഓൾറെഡി. ടേസ്റ്റി നൂഡിൽസ് ഉണ്ടാക്കി നോക്കാം, എങ്ങനെ ഉണ്ടാവും അറിയാം. കാറ്റ് കാരണം തിളക്കണം ഇനി വെള്ളം. ഞങ്ങളപ്പോൾ നല്ല മീൻകറി, ചോറും മീനച്ചാറും അങ്ങനെ ഞങ്ങളുടെ ചോറൂടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇനി ആപ്പിൾ ക്രോസ്, ഇപ്പോൾ ഒരു വില്ലേജ് ഇനിയുണ്ട്. ആപ്പിൾ ക്രോസിൻ്റെ ബാലൻസ് ഔട്ട് ഉണ്ട്. എന്നിട്ടാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. വൈകുന്നേരം ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ 2 മണിയായി. ഞങ്ങൾ പിന്നെ ഇന്ന് ലഞ്ചിന് കുറച്ച് സമയം എടുത്തു, കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. മീനൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇനി കാഴ്ചകൾ മുമ്പോട്ട്. ഹായ് പറഞ്ഞേ. വീണ്ടോ വീണ്ടോ ചോറുണ്ടോ? ചോറുണ്ടോ? എന്താ കഴിച്ച? കറി എന്നായിരുന്നു? എന്ത് കറിയാ കഴിച്ചേ? ബബിളാണോ കഴിച്ചേ? ഫിഷ് കറി കഴിച്ചില്ല? മീൻ? ആപ്പിൾ ക്രോസ് ഇറങ്ങിക്കഴിഞ്ഞ ഇനിയിപ്പോൾ റോഗി ഫോൾസ്, റോഗിയാണോ രുചിയാണോ? റോഗി ഫോൾസ് അങ്ങോട്ട് പോവാണ്. ഇത് വേറൊരു ഡ്രൈവിങ്, ഇത് വേറെ ഡിഫറെൻ്റാണ്. മലയൊക്കെ തന്നെ, എന്നാലും വേറെ തരത്തിൽ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിലെ കൂടെ ഇതുണ്ടല്ലേ, സത്യം. വെള്ളം കയറി കഴിഞ്ഞ് നിറഞ്ഞ പോലെ അറിയില്ലല്ലോ. അത്ര ചേർന്നില്ല, വെള്ളം കയറില്ല. അത്രയ്ക്ക് തന്നെ നിൽക്കുന്നു. ഇവിടുന്ന് ഇനി അടുത്ത നമ്മൾ ഇതാണോ ക്യാമ്പ് സൈറ്റ് ആണോ? റോഗി ഫാൾസ് കഴിഞ്ഞ് ആണോ? അപ്പൊ ഇന്നത്തെ ഇടയ്ക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ അത് പോകാൻ അറിയത്തില്ല, ക്ലോസ് ആവുമെന്ന് അറിയത്തില്ല. റോഗി ഫോൾസ് നമ്മള് ഒരു പള്ളിയാണോ? പള്ളിയാണോന്ന് അറിയില്ല.
അയ്യോ അങ്ങോട്ട് വണ്ടി ഒന്നും ചെല്ലില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒരു റെയിൽവേ പാളം പോകുന്നുണ്ട്. കാണാൻ വേണ്ടി നോക്കില്ല. ലോഗി ഫോൾസും പിന്നെ വേറൊരു ഫോൾസൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇനി പോയി ടെൻ്റ് കെട്ടി ഡിന്നർ കഴിച്ച് ഉറങ്ങണം. സമയം 4 മണിയായുള്ളൂ. ഞങ്ങളങ്ങനെ റോഗി ഫോൾസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സാൽമണിൻ്റെ ലീപ്പിംഗ് കാണാൻ വേണ്ടിയിട്ട് വന്ന് സാൽമൺ ഫിഷ് ചാടുന്നത് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരൊന്നും കണ്ടിട്ടൊന്നും ഇല്ല. എനിവേ നമുക്ക് പോയി നോക്കാം. ഇറങ്ങണോ? എന്താ ഇത് ജോഗേഷ ഇത് ചാക്കി ഒന്നുകൊണ്ട് പോകണം. ജോർദാൻ എവിടെ പോവാ? മീമി ചാടുന്നത് കാണാൻ പോവാണോ? ഉറക്കപ്പിച്ചാണേ. ഞങ്ങളവിടെ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു. കുറച്ച് ഒരു 5 മിനിറ്റ് നടന്ന്. ഇവിടെയാണോ ഇപ്പൊ മീൻ പൊങ്ങണേ? ഇവിടെയാണ് ഈ സാൽമൺ ഫിഷ് തിരിച്ചു ചാടി പോരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സീസൺ അത്രയും നല്ലതല്ലെന്ന് പറയാ. സമ്മറിന്റെ എൻഡിലോട് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവിടെ കഴിപ്പിച്ചു ഇങ്ങനെ ചാടി ചാടി പോകത്തി തൂക്ക് പോലെ. ഞാൻ പിടിക്കാം. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു മാനാണ്. റൈറ്റ് സൈഡിൽ അകലെ ഒരു മാൻ കൂട്ടത്തെ കണ്ടു. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റി, മൊബൈലില്ലായിരുന്നു. ഓക്കെ കുശുമ്പി പശുവിനെ പോലെ എന്നിട്ട് കയറി ചെല്ലുമ്പോ റെഡി ആയിട്ട് മാറിക്കോളും. കൊച്ചിനറിയാം ബോധമുണ്ട്. കൊച്ചു പാല് വേണോ? കൊച്ചിന് പാല് വേണോ? പാല്. ഞങ്ങളുടെ അടുത്ത ക്യാമ്പിംഗ് സൈറ്റിലേക്കുള്ള റോഡാണ്. നല്ലൊരു ഡ്രൈവാണ്. ഒരു പട്ടിക്കുറുക്കം പോലും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു. 5 2 ഇടും. മല ഇറങ്ങി ഇനി വെള്ളത്തിലേക്ക് പോകുന്നതാണ്. അടിപൊളി വ്യൂ അല്ലേ? അങ്ങനെയുള്ള ഞാൻ സെലക്ട് ചെയ്യണോ? ഇവിടെ വെള്ളത്തിൽ കല്ലെറിയാൻ പോയാലോ? ചൂണ്ടയുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. രാത്രി ഇറങ്ങാതിരുന്ന മീൻ പിടിക്കുക. നല്ല ടെന്റ് അടിക്കുന്നില്ലെങ്കിൽ. ബ്യൂട്ടിഫുൾ പറഞ്ഞ ചേട്ടാ. ഞങ്ങളങ്ങനെ രണ്ടാമത്തെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിരിക്കുന്നു. ബോത്തി ആൻഡ് കോട്ടേജ് ആണ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകണം. അപ്പോൾ ഒരു ദിവസത്തേന് ടെൻ്റ് അടിക്കണം. ഒരു ദിവസത്തേന് അടിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലുമാണ്. കാരണം ഇത് വലിയ ടെൻ്റാണ്. അപ്പോൾ രാവിലെ ഇതെല്ലാം സെറ്റ് ആക്കണം. അഴിച്ചു പെറുക്കി നാളെ പിന്നെ ജോണോ ഗ്രോഡ്സ് അങ്ങോട്ട് ആണ് പോകുന്നത്. ഞങ്ങളിവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ അത്തരം തിരക്കുകളൊന്നുമില്ല. ഇതൊരു ചെറിയൊരു പ്ലേസാണ്. അവൻ ഇവിടെ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് ഓടി കളിക്കാനുള്ള ഇതിലാണ്.